ഹായ്, ഇൻവെസ്റ്റിംഗ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഒപ്പമൊക്കെ ഉള്ള അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ഭൂരിഭാഗം ആൾക്കാരും ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കതും ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇവരുടെയൊക്കെ വിചാരം എന്ന് പറയുന്നത് ലാർജ് ക്യാപ് സ്റ്റോക്ക് ഭയങ്കര സേഫ് ആയിട്ടുള്ള അസറ്റാണ്. ഏത് ക്രാഷ് വന്നു കഴിഞ്ഞാലും നല്ല രീതിയിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് സ്റ്റോക്ക് ലാർജ് ക്യാപ് സ്റ്റോക്കാണ്. ആ ക്രാഷിന് ശേഷം വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇത് റിക്കവർ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം ധാരണയ്ക്ക് പുറത്താണ് ഭൂരിഭാഗം ആൾക്കാരും ഇതുപോലെ ലാർജ് ക്യാപ് സ്റ്റോക്ക് വാങ്ങിക്കൂട്ടുന്നത്. പക്ഷേ ആക്ച്വലി നമ്മൾ ലാർജ് ക്യാപ് സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു സേഫ്റ്റി നമുക്ക് വരുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലാർജ് ക്യാപ് സ്റ്റോക്ക് എന്ന് പറയുമ്പം അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനൊക്കെ വളരെ വലുതാണ്, അവരുടെ അസറ്റും കാര്യങ്ങളൊക്കെ അത്രയും വലുതാണ് അല്ലേ. അവർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്ത് വളർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അവരുള്ളത്. അപ്പോൾ ഈ ഒരു ബേസ് വെച്ചിട്ട് അവർക്ക് ഇനി എത്രത്തോളം വളരാൻ പറ്റും, വളർച്ച പോസിബിളാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ റിലയൻസ് പോലുള്ള കമ്പനികൾ ഭയങ്കര വലിയ കമ്പനിയാണ്. അവർ ഓൾറെഡി എല്ലാ സ്ഥലത്തും എത്തിക്കഴിഞ്ഞു, അവരുടെ പ്രസൻസ് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരുവിധം എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇനിയിപ്പം വേൾഡിൽ തന്നെ പല സ്ഥലങ്ങളിൽ അവർ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. ഇനി വളരെ കുറഞ്ഞ സ്ഥലങ്ങൾ മാത്രമേ അവർക്ക് കീഴടക്കാൻ വേണ്ടിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾക്ക് ഇനി ഫർദർ ഗ്രോത്ത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഓൾറെഡി ഇത്രയും വലിയ ബേസ് വെച്ചുകൊണ്ട് അവിടെ നിന്ന് ഇനിയും ഫർദർ ഭയങ്കരമായിട്ട് വളരുക, ഇപ്പോൾ ഉള്ളതിൻ്റെ ഡബിളായിട്ട് അവർക്ക് വളരാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ലാർജ് ക്യാപ് സ്റ്റോക്സിൽ ഓപ്പർച്യൂണിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഇവിടെ ഗ്രോത്ത് കുറവായതുകൊണ്ട് തന്നെ ഷെയർ പ്രൈസിൽ ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റമൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ചെറിയ രീതിയിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ബാങ്കിലൊക്കെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ചെറിയൊരു ഇൻട്രസ്റ്റ് ഇല്ലേ, അതിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ടുള്ള ഒരു റിട്ടേൺസ് ഈ കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കിട്ടും. അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, കമ്പനി അടയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ലോസും വരാനുള്ള ചാൻസ് ഈ ഒരു സ്പേസിൽ ഉണ്ട് എന്നുള്ളതും നമ്മൾ ഓർക്കണം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് വരുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്കൊരു കാര്യം അറിയാം. നമ്മൾ ബാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാലും ഇപ്പം കുറച്ച് കാലം നമ്മൾ ബാങ്കിലിട്ട് ഒരു 5-10 വർഷം നമ്മൾ നമ്മുടെ പൈസ ബാങ്കിലിട്ടിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും, നമുക്കറിയാം ഇൻട്രസ്റ്റ് കിട്ടും. പക്ഷേ ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പോലും ആ ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അന്ന് ഇടുന്ന സമയത്ത് ഉണ്ടായിരുന്ന പൈസയുടെ മൂല്യം നമുക്ക് കിട്ടില്ല. അപ്പോൾ മൂല്യച്യുതി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ ഇൻഫ്ലേഷൻ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇൻഫ്ലേഷനൊക്കെ കാരണം തന്നെ നമ്മുടെ പണത്തിൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുക, ദിനംപ്രതി അത് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനെ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു റിട്ടേൺസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക, സാധാരണ നമ്മൾ ഇതേപോലെയുള്ള ലാർജ് ക്യാപ് സ്റ്റോക്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യും. പക്ഷേ ലാർജ് ക്യാപ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അത് ചെറിയൊരു രീതിയിലുള്ള ഗ്രോത്ത് മാത്രമേ തരുള്ളൂ. ഭയങ്കരമായിട്ടുള്ള ഒരു മൾട്ടി ബാഗർ റിട്ടേൺസ് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ ചില കമ്പനികളുണ്ടാവും ഏതെങ്കിലും പുതിയ ജോഗ്രഫിയിലോട്ടൊക്കെ അവർ സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുതിയ ഇന്നോവേഷനൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പം ചെറിയൊരു ഗ്രോത്ത് അവർ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ലാർജ് ക്യാപ് സ്റ്റോക്സ് തന്നെ വളരെ വലിയ ലാർജ് ക്യാപ് സ്റ്റോക്സ് ഉണ്ട്. ഇപ്പോൾ റിലയൻസ് പോലുള്ള വളരെ വലിയ ലാർജ് ക്യാപ് സ്റ്റോക്സിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ സ്ലോ ആയിട്ട് മാത്രമേ നമുക്ക് റിട്ടേൺസ് കിട്ടുള്ളൂ. അതേ സമയത്ത് ചെറിയ ലാർജ് ക്യാപ് സ്റ്റോക്സിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്താ കുഴപ്പം, ആസ് എൻ ഇൻവെസ്റ്റർ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ക്യാപിറ്റൽ വലുതാക്കണം എന്നുള്ളതാണ് അല്ലേ. നമുക്ക് നമ്മുടെ ക്യാപിറ്റൽ വളരെ ഫാസ്റ്റായിട്ട് വലുതാക്കണം എന്നാണ് ഏതൊരു ഇൻവെസ്റ്ററിൻ്റെയും ആഗ്രഹം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഗ്രോത്ത് ഇവിടെ കിട്ടില്ല. വളരെ സ്ലോ പേസിൽ ഒരു വർധനവ് ഉണ്ടാവും. പക്ഷേ ഇനി നമ്മളിവിടെ ആലോചിക്കേണ്ട കാര്യം ഇത് എത്രത്തോളം സേഫ് ആണെന്നുള്ളതാണ്. സേഫ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ക്രാഷ് ആവുന്ന സമയത്ത് എല്ലാ സ്റ്റോക്സും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇടിയുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും പൊതുവേ പറയുന്നൊരു കാര്യമുണ്ട്, ഏറ്റവും കൂടുതൽ ഇടിയുന്നത് ആരാ, ഇവിടെ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പുമാണ് ഏറ്റവും കൂടുതലായിട്ട് ഇടിയുന്നത്. ലാർജ് ക്യാപ്പ് ഭയങ്കര സ്ലോ ആയിട്ട് മാത്രമേ, വളരെ കുറഞ്ഞ ശതമാനം മാത്രമേ ഇടിയുന്നുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലാർജ് ക്യാപ് സ്റ്റോക്സ് കയറുമ്പോഴും വളരെ സ്ലോ ആയിട്ട് കയറുള്ളൂ. സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും വളരെ ഫാസ്റ്റായിട്ട് റിക്കവർ ചെയ്യും. ഇനി എല്ലാ സ്റ്റോക്കും ഇടിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില സ്റ്റോക്സ് എത്ര വലിയ ക്രാഷ് വന്നാലും കാര്യമായിട്ടുള്ള രീതിയിലൊന്നും ഇടിയാറുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചൂസ് ചെയ്യുന്ന സ്റ്റോക്കിനെ പറ്റിയിട്ടാണ്. ഫണ്ടമെൻ്റലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക്, നല്ല ഗ്രോത്തൊക്കെ കൊണ്ടുവരുന്ന നല്ല സ്റ്റോക്കാണ് നമ്മൾ എടുത്തേക്കുന്നതെങ്കിൽ അത് സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം നമ്മൾ ഇട്ടേക്കുന്ന ആ ഒരു ക്യാപിറ്റൽ നമ്മൾ എന്തായാലും റിസ്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്ക് എന്തായാലും റിസ്ക് എന്ന് പറയുന്ന സാധനമുണ്ട്. അതിപ്പോൾ ഏത് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും റിസ്ക് ഉണ്ട്.
അപ്പോൾ ആ ഒരു റിസ്കോട് കൂടെ നമ്മൾ എടുക്കുന്ന റിസ്ക് വെർത്താവുന്ന എപ്പോഴാണ്? നമുക്ക് റിവാർഡ് കിട്ടുമ്പോഴല്ലേ. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള റിവാർഡ് കിട്ടണം. അപ്പോൾ നല്ല രീതിയിലുള്ള റിവാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള സ്മോൾ ക്യാപ് സ്റ്റോക്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്താലേ കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ലാർജ് ക്യാപ് സ്റ്റോക്സും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന റിട്ടേൺസും കിട്ടില്ല, ചിലപ്പോൾ നമുക്ക് നഷ്ടം വരാനും ചാൻസ് ഉണ്ട്. പിന്നെ കുറേ പേര് ഡിവിഡൻ്റ് ഒക്കെ ആഗ്രഹിച്ചിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. കാരണം അവർക്ക് ഇനി കാര്യമായിട്ടുള്ള റിട്ടേൺസ് ഒന്നും വേണമെന്നില്ല. നമുക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു എന്താ പറയുക എമൗണ്ട് കിട്ടണം, കുറച്ചും കൂടെ ഒരു എന്താ പറയുക ഒരു കോമ്പൗണ്ടിങ് റിട്ടേൺസ് എന്നൊക്കെയുള്ള രീതിയിലുള്ള സംഭവം അതേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്കും എന്തുണ്ട്, റിസ്ക് ഉണ്ട്. എന്തെങ്കിലും കാരണത്താൽ കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ പോയി. അതിപ്പം സ്മോൾ ക്യാപ്പ് ആണെങ്കിലും മിഡ് ക്യാപ്പ് ആണെങ്കിലും ലാർജ് ക്യാപ്പ് ആണെങ്കിലും ആ കാര്യം സിമിലർ ആണ്. അപ്പോൾ നിങ്ങൾ ചെറിയ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ഇതേപോലെ കുറച്ച് നമ്മൾ റിസ്ക് ഒക്കെ എടുത്ത് ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ കരിയറിന് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.